ഹലോ ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ജെൻഡർ പെർസ്പെക്റ്റീവ്സ് ഇൻ ലിറ്ററേച്ചറിലെ 16th ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമാണ് ഞാൻ നോക്കുന്നത്. അതായത് ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ. എന്നോട് കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു ബാക്കി ചാപ്റ്റേഴ്സ് കൂടി അപ്ലോഡ് ചെയ്യാനായിട്ട്. നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം നോക്കി പോയത്, എനിക്ക് അപ്ലോഡ് ആക്കിയത്. ഇപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ചാപ്റ്റേഴ്സ് കൂടി ഇടാനായിട്ട്. അപ്പോൾ ചാപ്റ്ററിൻ്റെ സമ്മറി ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയാം. കോഡഡ് ബയസ് ശാലിനി കാന്തയ്യ ചെയ്ത ഒരു ഡോക്യുമെൻ്ററി ഫിലിമാണ്. സോ അതിന് മെയിനായിട്ട് പറയുന്നത് അൽഗോരിതം AI ടൂളുകളിൽ കാണുന്ന ബയസിനെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ അതിൻ്റെ അൽഗോരിതം ഒരു ഇംപ്രോപ്പർ വേയിൽ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുമൊക്കെയാണ് അതിൽ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. സോ അതിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 2 or 3 സെൻറ്റൻസിൽ എഴുതാനുള്ളതാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ വാസ് ജോയ്സ് ഫേസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ദ കമ്പ്യൂട്ടർ വിഷൻ സോഫ്റ്റ്വെയർ. സോ എന്തുകൊണ്ടാണ് ജോയുടെ ഫേസ് കമ്പ്യൂട്ടർ വിഷൻ സോഫ്റ്റ്വെയർ റെക്കഗ്നൈസ് ചെയ്യാതിരുന്നത് എന്നാണ്. സോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ AI ട്രെയിൻഡ് ആയിരുന്നത് വൈറ്റ് ഫേസസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതിനോടായിരുന്നു. സോ ഈ പേഴ്സൺ ഡാർക്ക് ആയതുകൊണ്ട് തന്നെ അവളെ കാണാനോ അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാനായിട്ടോ സാധിച്ചില്ല. പിന്നീടൊരു വൈറ്റ് മാസ്ക് ഇട്ടപ്പോഴാണ് ആ ഫേസ് പെട്ടെന്ന് ഈ ഒരു AI റെക്കഗ്നൈസ് ചെയ്തത്. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ. പിന്നെ സെക്കൻഡ് വൺ, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബയസസ് ഇൻ AI ആൻഡ് വൈ ഇസ് ഇറ്റ് സോ. സോ ഈ ബയസ് AI ഉണ്ടാകുന്ന ബയസിന് റെസ്പോൺസിബിൾ ആരാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ AI പ്രോഗ്രാം ചെയ്യുന്ന അല്ലെങ്കിൽ അൽഗോരിതംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഹ്യൂമൻസ് തന്നെയാണ് ഈ ഒരു ബയസ് ഉണ്ടാവാനുള്ള കാരണം ഈ പ്രോഗ്രാമേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അൺഫെയർ ഡേറ്റയോ ഓൾഡ് ആയിട്ടുള്ള ഡേറ്റയോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ AIയും അതുവഴി ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്, അതുവഴി AIയും ബയസ്ഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണിക്കുന്നത്. പിന്നെ നെയിം ദ വർക്ക് ഓഫ് കാത്തി ഓനെയിൽ. സോ കാത്തി ഓനെയിലിൻ്റെ ഫേമസ് ബുക്കാണ് വെപ്പൺസ് ഓഫ് മാത്ത് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് എങ്ങനെയാണ് മാത്തിന് ആൾക്കാരെ അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇനി വൈ ഡു ദ പ്രോഗ്രാമേഴ്സ് വ്യൂ അൽഗോരിതംസ് ആസ് എ ബ്ലാക്ക് ബോക്സ്. എന്തുകൊണ്ടാണ് പ്രോഗ്രാമേഴ്സ് അൽഗോരിതംസിനെ ബ്ലാക്ക് ബോക്സ് ആയിട്ട് കാണുന്നത് എന്നുള്ളതാണ്. അതിന് കാരണം എന്ന് പറയുന്നത് അവർ എപ്പോഴും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്ങനെയാണ് AI ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. അതിൻ്റെ അകത്തുള്ള മിസ്റ്ററിയാണ്. സോ പ്രോഗ്രാമേഴ്സിന് പോലും AI എങ്ങനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രോഗ്രാമേഴ്സ് അൽഗോരിതംസിനെ ബ്ലാക്ക് ബോക്സ് എന്ന് വിളിക്കുന്നത് ഉള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഓഥർ ഓഫ് ദി ബിഗ് നയൻ. സോ ബിഗ് നയൻ എന്ന് പറയുന്ന ബുക്കിൻ്റെ ഓഥർ എന്ന് പറയുന്നത് എമി വെബാണ്. സോ അതിന് മെയിനായിട്ടും 9 കമ്പനീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ബിൽഡ് ചെയ്യുന്ന കമ്പനീസ്. അതിൽ 6 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും 3 ചൈനയിലുമാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ബോലാമിനി സേ ദാറ്റ് അവർ വ്യൂ ഓഫ് ദി വേൾഡ് ഇസ് ബീങ് ഗവേൺഡ് ബൈ AI. ഓക്കെ, സോ ജോയ് പറയുന്നത് AI എന്ന് പറയുന്നത് ഒരു ഗേറ്റ് കീപ്പർ പോലെയാണ്. ഓക്കെ, സോ ഇതാണ് ഡിസൈഡ് ചെയ്യുന്നത് ആർക്ക് ജോബ് കിട്ടും, അല്ലെങ്കിൽ ആർക്ക് ലോൺ കിട്ടും, ആർക്ക് ഹെൽത്ത് കെയർ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ്സിനെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു AI ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ വേൾഡിനെ കാണുന്നത് തന്നെ AIയുടെ ഓരോ ഔട്ട്പുട്ട്സൊക്കെ റിവ്യൂ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ എല്ലാവരും മാറിക്കഴിഞ്ഞു. ഓക്കെ, പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ആമസോൺ ഹാവ് ടു അബാൻഡൺ ഇറ്റ്സ് AI റിക്രൂട്ടിംഗ് ടൂൾ. സോ ആമസോണിന് അതിൻ്റെ AI റിക്രൂട്ടിംഗ് ടൂളിനെ അബാൻഡൺ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നായിരുന്നു. എന്താ നമുക്ക് നോക്കാം. സോ ആമസോൺ ഒരു AI ടൂൾ യൂസ് ചെയ്തിട്ട് ആൾക്കാരെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയായിരുന്നു. പക്ഷേ ഈ ഒരു AI എന്ന് പറയുന്നത് സെക്സിസ്റ്റ് ആയിരുന്നു. അതായത് വിമൺ എന്നുള്ള വേർഡ് അല്ലെങ്കിൽ ഓൾ വിമൻസ് കോളേജ് എന്നൊക്കെ പറയുന്ന വേർഡ്സ് കാണുന്ന സമയത്ത് ഇത് ആ റെസ്യൂമെ എല്ലാം റിജക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുപോലെ
പുരുഷന്മാരുടെ റെസ്യൂമേഴ്സ് ആണ് ഇത് മോസ്റ്റ്ലി അക്സെപ്റ്റ് ചെയ്തത്. സോ അതുകൊണ്ടാണ് ഈ റിക്രൂട്ടിംഗ് ടൂളിനെ ആമസോൺ അബാൻഡൺ ചെയ്തത്. വാട്ട് വാസ് ദ ക്രിറ്റിസിസം എഗെയിൻസ്റ്റ് യുണൈറ്റഡ് ഹെൽത്ത് ഗ്രൂപ്പ്? യുണൈറ്റഡ് ഹെൽത്ത് ഗ്രൂപ്പിനെതിരെ ഉണ്ടായ ക്രിറ്റിസിസം എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ അത് ക്രിറ്റിസിസം എന്ന് പറയുന്നത് അവരുടെ AI വൈറ്റ് പേഷ്യൻസിനാണ് ബെറ്റർ കെയർ കൊടുത്തത്, അല്ലാതെ ബ്ലാക്ക് പേഷ്യൻസിനല്ല. ഇപ്പം ബ്ലാക്ക് പേഷ്യൻസ് വൈറ്റ് പേഷ്യൻസിനേക്കാളും ഒരുപാട് സിക്കറാണെങ്കിൽ പോലും വൈറ്റ് പേഷ്യൻസിനായിരുന്നു അവിടെ പ്രയോറിറ്റി കൊടുത്തിരുന്നത്. സോ ഇറ്റ് വാസ് എ ഹ്യൂജ് റേഷ്യൽ ബയസ്, അല്ലെങ്കിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ഹൗ അക്കോർഡിംഗ് ടു ഓനെയിൽ ക്യാൻ FDA ഹെൽപ്പ് ബ്രിങ് ജസ്റ്റിസ് ടു സൊസൈറ്റി? സോ അക്കോർഡിംഗ് ടു ഓനെയിൽ എങ്ങനെയാണ് FDA സൊസൈറ്റിയിൽ ജസ്റ്റിസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്? സോ കാത്തി ഓനെയിൽ പറയുന്നത് നമുക്ക് അൽഗോറിതംസിലും FDA ഉണ്ടാവണമെന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് ഗവൺമെൻറ് ഫുഡിനെയും ഡ്രഗ്സിനെയും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത്, അതായത് അത് സേഫാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ AIയെയും അതിൻ്റെ അൽഗോറിതത്തിനെയും അത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സിസ്റ്റം കൊണ്ടുവരണം. അതുവഴി ഈ ഒരു ബയസും ഈ ഡിസ്ക്രിമിനേഷനും അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ദെൻ സെക്കൻഡ് പാർട്ട്, വാട്ട് റിസൾട്ട്സ് വെയർ ഫൗണ്ട് ഔട്ട് ബൈ ദ ബിഗ് ബ്രദർ വാച്ച് ഫ്രം ദ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ക്യാമ്പയിൻ? ഓക്കെ, സോ എന്ത് റിസൾട്ട്സ് ആണ് ബിഗ് ബ്രദർ വാച്ച് കണ്ടുപിടിച്ചത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ക്യാമ്പയിനിൽ നിന്ന്? ഓക്കെ, സോ ഇവർ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ പോലീസ് ഫേഷ്യൽ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു മെസ്സായിരുന്നു. കാരണം ഈ ടൂളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ഫേസ് എന്ന് പറയുന്നത്, ക്രിമിനൽസിൻ്റെ ഫേസ് എന്ന് പറയുന്നത് 90% ഓഫ് ദ ടൈം വളരെ റോങ് ആണ്. സോ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ക്രിമിനൽസായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടത്. ഓക്കെ, ദെൻ ഹൗ ഡു പീപ്പിൾ ഇൻ ഹോങ്കോങ് ഷോ ഡിസെൻറ്റ് ടുവേർഡ്സ് സർവൈലൻസ്? സോ ഹോങ്കോങ്ങിൽ ഉണ്ടായിരുന്ന ആൾക്കാർ എങ്ങനെയാണ് സർവൈലൻസിന് നേരെ ഡിസെൻറ്റ് കാണിച്ചതെന്നുള്ളതാണ്. സോ ഹോങ്കോങ് ഡിസെൻറ്റ് എന്ന് പറയുമ്പോൾ ക്യാമറാസിൽ നിന്നും ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രൊട്ടസ്റ്റേഴ്സ് എന്ത് ചെയ്തു, അംബ്രല്ലാസൊക്കെ ഫേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ചു, അതുപോലെ മാസ്ക് ധരിച്ചു, അതുപോലെ സെൻസേഴ്സിനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേസർ പോയിൻറ്റേഴ്സൊക്കെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ അവർ എന്താ പറയുക, ക്യാഷാണ് കാർഡിന് പകരം യൂസ് ചെയ്തത്. കാരണം അവരുടെ ഈ ഒരു ബസ് അല്ലെങ്കിൽ ട്രെയിൻ ട്രിപ്സ് ട്രാക്ക് ചെയ്യാനായിട്ട് അന്നേരം സാധിക്കില്ല. സോ അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. പിന്നെ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ റിഗാർഡിംഗ് ദ സോഷ്യൽ ക്രെഡിറ്റ് സ്കോർ ഫംഗ്ഷൻ ഇൻ ചൈന? ഓക്കെ, ചൈനയിലുള്ള സോഷ്യൽ ക്രെഡിറ്റ് സ്കോർ ഫംഗ്ഷനെ കുറിച്ചിട്ടുള്ള നമ്മുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഇത് ശരിക്കും ഒരു ലൈഫ് സ്കോർ പോലെയാണ് ഈ ഒരു സോഷ്യൽ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ആരാണ് നല്ല ആൾക്കാർ, ആരാണ് ചീത്ത ആൾക്കാരെന്ന് ഒരു സ്കോർ ഇടുകയാണ്. ഓക്കെ, അതാണ് ഈ സോഷ്യൽ ക്രെഡിറ്റ് സ്കോർസ് ചെയ്യുന്നത്. അതായത് ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോയിൻറ്റ്സ് കിട്ടും, നമുക്ക് ക്രെഡിറ്റ്സ് കിട്ടും. അതുപോലെ ഗവൺമെൻറ് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പോയിൻറ്റ്സ് കുറയും. അതുവഴി നമുക്ക് ട്രാവൽ ചെയ്യാനോ ഒരു ജോബ് കിട്ടാനോ ലോൺ കിട്ടാനോ ഒന്നും സാധിക്കില്ല. പക്ഷേ ഇത് ബേസിക്കലി ഒരു ഡിജിറ്റൽ മൈൻഡ് കൺട്രോളാണ്. നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മനസ്സിലാക്കിയിട്ട് നമുക്ക് സ്കോർ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഡിജിറ്റൽ മൈൻഡ് കൺട്രോൾ ആയിട്ടാണ് കാണുന്നത്. സോ ഇറ്റ് ഈസ് എ നെഗറ്റീവ് തിങ്. Draw instances that prove that the algorithm is thought to be sexist. ഓക്കെ, സോ നമ്മൾ പ്രൂവ് ചെയ്യാനാണ് അൽഗോറിതം ഒരു സെക്സിസ്റ്റ് ആണെന്ന് കാണിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത് ആമസോണിൻ്റെ റിക്രൂട്ടിംഗ് ടൂൾ. AI വെച്ചുള്ള റിക്രൂട്ടിംഗ് ടൂളിൽ അത് മെന്നിൻ്റെ റെസ്യൂമെ മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തത്, വിമൻ്റെ റെസ്യൂമേസ് എല്ലാം റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ ക്രെഡിറ്റ് കാർഡ് കമ്പനീസൊക്കെ വൈഫ്സിന് ലോവർ ലിമിറ്റ്സാണ് ഹസ്ബൻഡിനേക്കാളും കൊടുത്തിരുന്നത്. സോ AI ഒരു പാസ്റ്റിൽ സ്റ്റക്കായി കിടക്കുന്ന ഒരവസ്ഥയാണ് വെൻ കമ്മിങ് ടു എന്താ പറയുക മെയിൽ ആൻഡ് ഫീമെയിൽ കാറ്റഗറീസ്. ഓക്കെ, വാട്ട് ലെഡ് ടു ദ ഫൗണ്ടിങ് ഓഫ് ദ അൽഗോരിതം ജസ്റ്റിസ്? AGI എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള വഴികളാണ് പറയുന്നത്, എന്താണ് അതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. സോ ജോയ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു വൈറ്റ് മാസ്ക് ഡിസ്കവറിയിലൂടെയാണ്, അല്ലെങ്കിൽ അതിന് ശേഷമാണ്. കാരണം അവർ മനസ്സിലാക്കി AI എന്ന് പറയുന്നത് ഒരു സിവിൽ റൈറ്റ്സ് ഇഷ്യൂ ആണ് ശരിക്കും, അതായത് ടെക്നിക്കൽ ഇഷ്യൂ മാത്രമല്ല. ഓക്കെ, സോ
ഫെയർനെസ്സിന് വേണ്ടിയിട്ടും ഇക്വാളിറ്റിക്ക് വേണ്ടിയിട്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ AGI ഡെവലപ്പ് ചെയ്തത്. സോ ഇതുവഴി അഷുറൻസ് വരുത്താണ് അൽഗോരിതംസ് നല്ല രീതിയിലാണ് കമ്പനീസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനീസ് അത് റെസ്പോൺസിബിൾ ആണ്, ആ ഒരു മിസ്റ്റേക്ക് വരുന്നതിൽ കമ്പനീസ് റെസ്പോൺസിബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് AGI വഴി കൊണ്ടുവന്നത്. പിന്നെ തേർഡ് പാർട്ട്, കോഡഡ് ബയസ് ഇസ് എ ക്വസ്റ്റ് ഓൺ ദി ബയസസ് പ്രിവലൻറ്റ് ഇൻ അൽഗോരിതംസ് എന്നതായി. സോ ഈ ഒരു കോഡഡ് ബയസ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ഫിലിം അൽഗോരിതം എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു ഇൻവിസിബിൾ പവറാണ് എടുത്ത് കാണിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ബിഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, MITയിൽ ഈ ജോയ് അവരുടെ ഫേസ് റെക്കഗ്നീഷൻ്റെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഡിസ്കവറിയിലൂടെയാണ്. പിന്നീട് അത് ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റിഗേഷനായിട്ട് മാറുന്നു. ഓക്കെ, സോ ഈ അനാലിസിസ് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് AI ന്യൂട്രൽ ടൂൾ അല്ലാതെ മാറുന്നത് എന്നുള്ളതാണ്. പക്ഷെ അത് ആരാണ് അതിൽ പ്രോഗ്രാം ചെയ്യുന്നത്, അവരുടെ ഒരു റിഫ്ലക്ഷനാണ് ഒരു AI കാണിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു അനാലിസിസ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ ഈ ടെക് ഇൻഡസ്ട്രി മിക്കപ്പോഴും മെയിൽ ഡോമിനേറ്റഡ് ആണ്, അതുപോലെ ഡൈവേഴ്സിറ്റി ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു AI ടീച്ച് ചെയ്യാനുള്ള ഡേറ്റാ സെറ്റ്സ് ആ ഒരു രീതിയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് അൽഗോരിതമിക് ബയസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് സോഫ്റ്റ്വെയർ വിമൻ്റെ കാര്യം വരുമ്പം പുവറിലാണ് പെർഫോം ചെയ്യുന്നത്. അതുപോലെ കളറില്ലാത്ത ആൾക്കാർക്കും ആ ഒരു രീതിയിലാണ് ഇത് പെർഫോം ചെയ്യുന്നത്. അതുപോലെ ഫിലിം എക്സ്പ്ലോർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് എങ്ങനെയാണ് ഈ ഒരു ബയസ് ആ ലാബിൽ നിന്നും റിയൽ വേൾഡിലേക്ക് നീങ്ങുന്നത്, ആർക്കാണ് ജോബ് കിട്ടുന്നത് മുതൽ എങ്ങനെയാണ് ഒരു പോലീസ് ഒരു ഫേസ് റെക്കഗ്നീഷൻ തെറ്റായിട്ട് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ വരെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് കാണിക്കുന്നത് നമ്മൾ വളരെ വൈൽഡായിട്ടുള്ളൊരു ലിവിങ്ങാണ് കറൻറ്റ്ലി കൊണ്ടുപോകുന്നത്. അതായത് ടെക് കമ്പനീസിനിപ്പം ഗവൺമെൻറ്റ്സിനേക്കാളും പവർ ഉണ്ടെന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. കാരണം സിവിൽ ലിബർട്ടീസിനാണിത് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ഒരു അൽഗോരിതമിക് ജസ്റ്റിസ് ലീഗ് എന്ന് പറയുന്ന വർക്കിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഫിലിം ആർഗ്യൂ ചെയ്യുന്നത് ഒരു അൺബൈസ്ഡ് ആയിട്ടുള്ള AIക്ക് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റാണ്. അതുപോലെ തന്നെ ഇതൊരു ബേസിക് ഹ്യൂമൻ റൈറ്റ്സിൻ്റെയും അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫൈറ്റ് കൂടിയിട്ടാണ് കാണുന്നത്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, evaluate the ethical implications of algorithmic decision making and illustrate measures taken to ensure fairness and accountability in the deployment of AI technologies in society with regard to the documentary. അതായത് അൽഗോരിതമിക് ഡിസിഷൻ മേക്കിങ്ങിലുള്ള എത്തിക്കൽ ഇംപ്ലിക്കേഷൻസ് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ അൽഗോരിതം അല്ലെങ്കിൽ AI ടെക്നോളജീസിൽ ഫെയർനെസ്സും അക്കൗണ്ടബിലിറ്റിയും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് ആണെന്നുള്ളത് ഇല്ലസ്ട്രേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഡോക്യുമെൻ്ററി വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അൽഗോരിതമിക് ഡിസിഷൻ മേക്കിംഗ് ഒരു മേജർ എത്തിക്കൽ ഡിലേമയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് എഫിഷ്യൻസിയും ജസ്റ്റിസിനും ഇടയ്ക്കുള്ള ഒരു സംഭവം. അപ്പോൾ എത്തിക്കലി ഈ ബ്ലാക്ക് ബോക്സ് അൽഗോരിതത്തിൻ്റെ യൂസൊക്കെ പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറുകയാണ്. കാരണം ഇത് ഡ്യൂ പ്രോസസ്സിൻ്റെ പോസിബിലിറ്റി റിമൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പേഴ്സണിന് ഒരു ലോണ് ജോബോ അൽഗോരിതം കാരണം ഡിനൈഡ് ആവുകയാണെങ്കിൽ അവർക്ക് വേറൊരു വഴിയില്ല അതിനെ ചലഞ്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സംഭവം പോലും ഇല്ല. കാരണം AI ആണല്ലോ അത് കറക്റ്റായിട്ട് ചെയ്യുമെന്നുള്ള രീതിയാണ് വരുന്നത്. സോ ഇത് കാണിക്കുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഡിസ്ട്രക്ഷനാണ്. കാരണം ഇവിടെ ഹിസ്റ്ററിക്കൽ ബയസസ് ആണ് ഇങ്ങനെ ഓട്ടോമേറ്റഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു അൽഗോരിതമിക് ബയസിന് അല്ലെങ്കിൽ ഈ ഒരു അൽഗോരിതത്തിന് ഫെയർനെസ്സും അക്കൗണ്ടബിലിറ്റിയും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് പല മെഷേഴ്സും ഉണ്ടായിട്ടുള്ളത്. അതൊന്ന് അൽഗോരിതമിക് ഓഡിറ്റിംഗ് ആണ്. അതായത് കാത്തി ഓനെയിലെ പോലുള്ള എക്സ്പേർട്സൊക്കെ സോഫ്റ്റ്വെയറിലുള്ള ബയസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ്സൊക്കെ അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ലെജിസ്ലേറ്റീവ് ബാൻസ്, ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോ പോലുള്ള സിറ്റീസും ബോസ്റ്റൺ പോലുള്ള സിറ്റീസുമൊക്കെ ഫേഷ്യൽ റെക്കഗ്നീഷൻ ബാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് ഏജൻസീസ് യൂസ് ചെയ്യുന്ന ഫേഷ്യൽ റെക്കഗ്നീഷൻ ബാൻ ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു അക്യുറസി അല്ലെങ്കിൽ പ്രൈവസി കൺസേൺ വരുത്തുന്നുണ്ട്. പിന്നെ AGIലാണ് മെയിൻ. സോ ജോയ് ഫൗണ്ട് ചെയ്തതാണ് ഈ ഒരു അൽഗോരിതമിക് ജസ്റ്റിസ് ലീഗ് എന്ന് പറയുന്നത്. സോ ഈ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് ഒരു പബ്ലിക് അവെയർനെസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ
ഡേറ്റ സെറ്റ്സിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക് കമ്പനീസിനെ പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു ലീഗ് ഫൗണ്ട് ചെയ്യുന്നത്. പിന്നെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്സ്, അതായത് അതുപോലെ തന്നെ AI ചാർട്ടേഴ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് റെഗുലേഷൻസിനൊക്കെ നല്ലൊരു പ്രഷറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടെക് കമ്പനീസിനെ വളരെ ട്രാൻസ്പെറൻറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് അതിൻ്റെ മോഡൽസ് ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയെ സെർവ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് ടെക്നോളജി എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്സ് പ്രവർത്തിക്കുന്നത്. സോ ഇത്രയും ആ ഒരു ടെക്സ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും, ആ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഒന്ന് ടെക്സ്റ്റ് നല്ലോണം വായിച്ചു നോക്കാം. താങ്ക് യു.